ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വാഴപ്പാറ വാട്ടർഫാളിലേക്കാണ്. ഇത് റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് പത്തനാപുരത്ത് നിന്നൊരു 4-5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കലഞ്ഞൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കോന്നി റൂട്ടിൽ ഈ കലഞ്ഞൂർ വന്നിട്ട് മാങ്കോട് റൂട്ട്, കലഞ്ഞൂർ പത്തനാപുരത്തു നിന്നാണ് വരുന്നതെങ്കിൽ കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് കിടക്കുന്നത്. മാങ്കോട് റൂട്ടിൽ ഒരു കലഞ്ഞൂർ നിന്നൊരു 7 കിലോമീറ്ററോളം കാണും വാഴപ്പാറ വാട്ടർഫാൾ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. നമ്മൾ പോകുന്നത് മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ സമയത്താണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ എത്രത്തോളം കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയിലെ ഒട്ടുമിക്ക വാട്ടർഫാളുകളും മഴ കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എന്താ പറയുക, വെള്ളമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാണാൻ സാധ്യത കുറവാണ്. അപ്പം ഈ വെള്ളച്ചാട്ടം ഞാൻ ഈ കുറച്ച് ദിവസമായുള്ളൂ പേര് കേട്ടിട്ട്. അവിടെ ഇങ്ങനെ എവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നറിയാം, പേര് അത്ര കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. നമ്മൾക്ക് പിന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി ഒന്നും അല്ല കേട്ടോ പോകുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് പോയി പല സ്ഥലത്തും നമ്മൾ തേഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ഇച്ചിരി താഴെ ഒരു സ്ഥലത്തെത്തി. മെയിൻ വേറൊരു കാര്യമുണ്ട്, മാപ്പിൽ കൊടുത്തേക്കുന്ന വഴിയിൽ അതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു ചെല്ലുന്നത്. ഞങ്ങൾ അല്ലാതെ വന്നത്, ഞാൻ ക്യാമറ ഓണാക്കിയില്ല. തിരിച്ചു പോകുമ്പോൾ വീഡിയോ ഓണാക്കിയിട്ട് ആ റൂട്ട് കാണിക്കാം. വരുന്നവർ ഇതിലേ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിവശത്തെത്താം. അങ്ങനെ നമ്മൾ ഈ സൈഡ് പിടിച്ച് നടക്കും കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് വഴിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഊഹം വെച്ച് നടക്കാനാണ് പ്ലാൻ. ഇതിലേ കൂടെ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല, സൈഡ് പിടിച്ചങ്ങ് നടക്കാം. വെള്ളം കുറ മുത്തുപൊടി നോക്കണം. മുത്തുപൊടിയാണോ അതുകൊണ്ടാണോ? എന്താണെന്ന് അറിയത്തില്ല. സ്ഥലത്ത് ഞങ്ങൾ അധികം നേരം നിന്നില്ല. ഇതിൻ്റെ ചുറ്റുപാട് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ആ വെള്ളച്ചാട്ടവും അതിൻ്റെ ആ ഒരു അത്രയും പോർഷൻ ഭയങ്കരമായിട്ട് വൃത്തികേടാക്കിയിട്ടേക്കാണ്. ഇതങ്ങനെ സഞ്ചാരികൾ വന്ന് നശിപ്പിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് അങ്ങനെ ആർക്കും അത്ര അറിയത്തുമില്ല. ഇവിടെ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അയ്യേറുകളെയാണ് ഇവിടെ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതൊക്കെ. പക്ഷെ നല്ലൊരു നൈസായിട്ട് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു. എന്ത് ചെയ്യാനാ, ഒരു തണുത്ത കാറ്റാണേ. അപ്പം കയറി വരുന്ന വഴിയും ഭയങ്കര രസമാണ്. പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വെള്ളം കുറവാണ്. വെള്ളമുള്ളപ്പോൾ ഇതിലേ കൂടെ ഒക്കെ വെള്ളം വരുന്ന ഇതാണെന്ന് തോന്നുന്നു, കാത്താണെന്ന് തോന്നുന്നു. അത്ര അകത്തായോണ്ടായിരിക്കണം ആരും അങ്ങനെ അത്ര അധികം അറിയാതെ പോയത്. ആ വെള്ളച്ചാട്ടം അവിടെയാണ്. ഞങ്ങളന്നേരം നൈസിൽ തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ചെറിയൊരു ട്രക്കിങ് പോലൊരു സെറ്റപ്പ് ഉണ്ട്. മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് പറയുന്നു. ഞാൻ ഈ നടക്കുന്ന കാര്യത്തിൽ കുറച്ച് കട്ട ശോഭമാണ്. ഞങ്ങൾ ഈ അരുവിയുടെ സൈഡിൽ കൂടെ കയറി വന്നു. അപ്പോൾ ഉമ്മാർ പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ വഴി അതല്ലെന്ന്. ഇനി എന്നെ പറ്റിക്കാനാണോ നടത്തിക്കാനാണോ എന്ന് അറിയത്തില്ല. എടാ ഇതല്ലടാ വഴി, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാണേ. തോണ്ട റോഡ് നമ്മുടെ വണ്ടിയൊക്കെ തോന്നിരിക്കും. ആ അവിടെ കയറാൻ പറ്റൂടാ. ഇതെന്തോടാ ഇമാര് അവിടെ കയറി പോവോ? ഇമാര് ഇതിൻ്റെ മണ്ടേ കയറി പോവാൻ ഞാനില്ല. എന്താണ് വാഴയില്ല, വാഴയും പാറയും. നമ്മൾ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പാറയിലാണ് കയറുന്നെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥലത്തിന് കോട്ടപ്പാറ. പാറയാണ്. അതുകൊണ്ട് നമ്മൾ അത് സിമിലറായിട്ടുള്ള വാഴയിലുള്ള വീട്ടിലുള്ള വഴിയാണ്, വഴിയുള്ള വഴിയാണ്. ഞങ്ങളങ്ങനെ തിരിച്ചു റോഡിലെത്തി. തിരിച്ചു റോഡിലെത്തി എന്നെ കാണിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടെണ്ണം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംതിരി വാഴപ്പാറത്തോട്. ഇവിടുന്ന് ഈ സൈഡേ പിടിച്ച് പോകണം. ഇച്ചിരി മേലെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും കേട്ടോ. വണ്ടി ഇവിടെ കാണാൻ വെച്ചിട്ട് പോവാം. സൈഡ് ഒതുക്കി വെക്കുക. റോഡ് വണ്ടി പോകുന്ന റോഡാണ്. അപ്പം മറ്റുള്ള
മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വെക്കുക. ഞങ്ങളുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാവേ. മാപ്പിൽ കിടക്കുന്ന വഴി തെറ്റാന്ന് പറയാൻ കാര്യമേ. മാപ്പിൽ ഈ മുകളിലേക്കുള്ള വഴിയാണ് കിടക്കുന്നത്, നമ്മുടെ മെയിൻ റോഡിൽ. ഇതാ അടയാളേ. ഞാൻ വണ്ടി തിരിച്ച് കാണിക്കാം. കലഞ്ഞൂർ സൈഡിൽ നിന്ന് വരുന്നവർ ഇങ്ങോട്ടത്തേക്ക് എടുത്താൽ മതി. ഓനുണ്ടോ? ഇതാ വഴി. ഈ താഴേക്കുള്ള, ഈ ഇടത്തേക്കുള്ള താഴോട്ടുള്ള വഴിയാതെ ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയാൽ ഞങ്ങളിപ്പോൾ കയറ്റം കയറുക. മാപ്പിലുള്ള വഴി ഇതായിരുന്നു. ഈ മേലെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടേ, ഈ മേലെന്തോ സംഭവമുണ്ട്. മേലോട്ടായിരുന്നു മാപ്പ് കിടന്നത് ശരിക്കും. അതെന്തോന്നൊന്ന് അറിയണം. എന്തോ വണ്ടിയിൽ കിടന്ന് അടിക്കുന്നു. എന്താണോ